ഹായ്, നമ്മളിപ്പോൾ മൂന്നാറിൽ നിന്ന് 15 കിലോമീറ്റർ അകലെയുള്ള എക്കോ പോയിന്റിലേക്കാണ് പോകുന്നത്. മൂന്നാർ വിനോദസഞ്ചാരികൾ വന്നും പോയും നിൽക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ രാവിലെ തന്നെ കച്ചവടം എല്ലാം തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് കച്ചവട സ്ഥാപനങ്ങളുണ്ട് ഇവിടെ. നമ്മൾ പോകുന്ന എക്കോ പോയിന്റിലേക്ക് ഇത് കണ്ടില്ലേ, പട്ടണമാണ്. പട്ടണത്തിൽ നിന്ന് അധികം ദൂരം അല്ലാതെ കാട്ടുകൂടി സഞ്ചരിച്ചിട്ട് വേണം എക്കോ പോയിന്റിലെത്താൻ. ഇപ്പം കണ്ടില്ലേ, പട്ടണം മാറി ഇനി ഇങ്ങനെ വഴി കച്ചവട സ്ഥാപനങ്ങളെല്ലാം കുറഞ്ഞ് കണ്ടില്ലേ. എന്നാലും വഴിയരികിലെല്ലാം ധാരാളം കച്ചവട സ്ഥാപനങ്ങളുണ്ട്. അത് സഞ്ചാരികളെല്ലാം ഇവിടെ എല്ലാം നിർത്തി സാധനങ്ങളെല്ലാം വാങ്ങിക്കുന്നുണ്ട്. ഇപ്പം തന്നെ തുടങ്ങും, കുറച്ച് കഴിയുമ്പം തന്നെ. കണ്ടില്ലേ, ഇത് കണ്ടില്ല, ഇത് പൈൻ മരങ്ങൾ നിറഞ്ഞ കാണാം. പൈൻ ഫോറസ്റ്റ്, ഇങ്ങനെയുള്ള പൈൻ ഫോറസ്റ്റ് ഊട്ടിയിലുണ്ട്. ഇത് കണ്ട, ഇതിന് താഴെ നല്ലൊരു ഭംഗിയുള്ള പുഴ ഒഴുകുന്നുണ്ട്. ഈ കാഴ്ച കണ്ടുകൊണ്ടുള്ള യാത്ര അതിമനോഹരമാണ്. കുന്നുകൾ, പുഴ, കാട്, പ്രകൃതി രമണീയമായൊരു സ്ഥലത്ത് കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ പ്രതീക്ഷിക്കാതെയാണ് ഇത്രയും മനോഹരമായൊരു സ്ഥലത്ത് ഇങ്ങനൊരു കാഴ്ച കാണുമെന്ന് ആരും പ്രതീക്ഷിച്ചിട്ടില്ല. ഈ ഒരു അനുഭവം നേരിട്ട് കാണുക തന്നെ വേണം. നമ്മൾ പത്രത്തിലെല്ലാം വായിച്ചിട്ടുണ്ട് കാട്ടിൽ ആനക്കൂട്ടമുണ്ട് എന്നെല്ലാം. പക്ഷേ ഇതാദ്യമായിട്ടാണ് നേരിലൊരു ആനക്കൂട്ടത്തെ കാണുന്നത്. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സൂന സൗരഭം. കണ്ടില്ലേ, ഈ വാഹനങ്ങളെല്ലാം നിർത്തിയിട്ട് ആളുകൾ നോക്കുന്ന കണ്ടിട്ട് നമ്മൾ നോക്കിയതാണ്. നമ്മളെ വാഹനം അവിടെ എത്തിയപ്പോൾ ഒന്ന് പതുക്കെ നോക്കി. കണ്ടില്ല, ആനക്കൂട്ടം. പക്ഷെ ഇവിടെ ഇവർ ശാന്തരായിട്ടാണ് കാണപ്പെട്ടത്. നമ്മൾ വാഹനം നിർത്തി നോക്കി. ഇവരിവിടെ ശാന്തം കണ്ടില്ല, വീട്ടില അവിടുന്ന് നമ്മൾ നേരെ എക്കോ പോയിന്റിലേക്കാണ് പോയത്. എക്കോ പോയിന്റ് കണ്ടില്ല, നമ്മൾ പറയുന്ന ശബ്ദമല്ല അവിടുന്ന് പ്രതിധ്വനിച്ച് നമ്മിലേക്ക് തന്നെ വരും. എക്കോ പോയിന്റിനെ പറ്റിയിട്ട് പ്രത്യേകിച്ചൊരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. ആ വീഡിയോ എക്കോ പോയിന്റിൻ്റെ മനോഹാരിത നമുക്ക് ശരിക്കും മനസ്സിലാക്കാവുന്നതാണ്. ആ വീഡിയോ കാണുമല്ലോ. നന്ദി, നമസ്കാരം.